എന്തിനാ കരയുന്നേ? മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ നിനക്കുള്ളത് തന്നതല്ലേ. പൊയ്ക്കോ. അമ്മേ, മീൻ പൊരിച്ചു കഴിഞ്ഞു? ഇല്ലല്ലോ. എന്താണാവോ? ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു നേരം കളിച്ചോട്ടെ? രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കളിച്ചോളൂ. ഓക്കെ അമ്മേ. പാവേ താഴെ ഇറക്ക് ചേച്ചി. ഇല്ല, താഴെ ഇറക്കില്ല. നീ എടുക്കില്ലേ? എപ്പോഴും ചേച്ചിയല്ലേ എടുത്ത് കളിക്കുന്നത്. കുറച്ചു നേരം ഞാനും കളിക്കട്ടെ? വേണ്ട, നീ എടുത്ത് കളിച്ചാൽ ഇത് നിലത്തിട്ട് ചെളിയൊക്കെ നശിപ്പിക്കും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി. നീ അതെനിക്ക് താ. ഇല്ല, ഞാൻ തരില്ല. നീ പോ. ഇവിടെ തരാൻ. എന്റെ പാവയെ തന്നില്ലെങ്കിൽ നല്ല ഇടി ഞാൻ തരും. തരില്ല ഞാൻ. എന്നെ ഇടിച്ചാൽ ഞാനും ഇടിക്കും. എന്തൊരു ബഹളം! ഈ പിള്ളേരെന്താ ഇങ്ങനെ? മാളു, എന്താ അവിടെ? എന്റെ പാവയാ, ഇവൻ തരുന്നില്ല അച്ഛാ. ഇല്ല, തരില്ല. അങ്ങോട്ട് ചെല്ലാതെ രക്ഷയില്ല. പിള്ളേർ എന്നെ കൊണ്ട് വടി എടുപ്പിക്കും. എന്താ എന്താ ഇവിടെ? അമ്മ, ഇവൻ എന്റെ പാവയെ. മിണ്ടരുത്. ഇനി രണ്ടുപേരുടെയും ശബ്ദം ഇവിടെ കേട്ടു പോകരുത്. പാവയെ അവിടെ വയ്ക്ക്. ഇല്ല, ഇവിടെ വെച്ചാ ഇവൻ എടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചോ? എന്താ മക്കളെ ഇത്? നിങ്ങൾ എന്താ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ചേച്ചിയും അനുജനും എപ്പോഴും നല്ല കൂട്ടുകാരായിരിക്കണ്ടേ? ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. എന്താ മോളെ, നീ അപ്പൂന് പാവയെ കൊടുക്കാത്തത്? ഇവന് കൊടുത്ത ഇതിനെ നിലത്തിട്ട് ചെളിയാക്കി ഇതിനെ നശിപ്പിക്കും അച്ഛാ. ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. മാളു, നിനക്ക് വാങ്ങി തന്ന ഈ പാവ രണ്ടുപേർക്കും കൂടി കളിക്കാനുള്ളതാ. ഈ പാവയ്ക്ക് വേണ്ടി എന്നും ഇവിടെ വഴക്കാം. ഇനി നിങ്ങൾ വഴക്ക് കൂടരുത്. ഇവിടെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഉള്ളതാ. എന്ത് കിട്ടിയാലും പരസ്പരം പങ്കുവെക്കാൻ നിങ്ങൾ പഠിക്കണം. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും നല്ലവരായി വളരണം. സോറി അച്ഛാ, ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. അപ്പുക്കുട്ടാ, ഇതാ പാവ, നീ കളിച്ചോ. നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം.